ഇന്നുണ്ടല്ലോ നമുക്കിത് ഇവനൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് പണ്ട് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് മക്രോണിയോ പാസ്ത ഇതൊക്കെ സെയിം ആണോന്ന് അറിയില്ല. അങ്ങനെ എന്തൊരു സാധനം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്നൊന്നും ഒരു പിടുത്തമില്ല. അതെന്താണോ അതിൽ ഡയറക്ഷൻസ് എഴുതിയിരിക്കുന്നത് അത് നോക്കി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തിട്ട് വേവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിം ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് കേട്ടോ, കോണൊക്കെ ഉണ്ട്, അതിൻ്റെ എന്തൊക്കെയൊക്കെ മസാല കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള കളറിലിരിക്കുന്നത്. ഇത് വെള്ളത്തിൻ്റെ അളവ് 1.25 കപ്പെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ കപ്പ് ഇച്ചിരി വലുതായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വെള്ളം ഇച്ചിരി കൂടി പോയോ എന്നും ഒരു ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചപ്പോഴാണ് എനിക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയതായിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി സിമ്മാക്കി വെച്ചിരിക്കുക കേട്ടോ. ഫ്ലെയിം മുന്നേ വന്ന് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ വന്നേക്കണം കേട്ടോ. കാണുന്നത് ഇത് ഇരിക്കണം നോക്കിയമ്മേ. ആക്ച്വലി അവൻ പറഞ്ഞത് ഒച്ച പോലെ ഇരിക്കണം എന്നാട്ടോ. അത് ഞാൻ എന്തായാലും വീഡിയോ സൗണ്ട് ഓഫ് ചെയ്തിട്ടിരിക്കുന്ന കാരണം അത് കേൾക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പ്ലേറ്റിലേക്കൊക്കെ അതിങ്ങോട്ട് സെർവ് ചെയ്തപ്പോഴേക്കും എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ. അപ്പോൾ എന്തായാലും കഴിച്ചപ്പോൾ ആദ്യമായിട്ട് കഴിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചപ്പോഴേക്കും നല്ലൊരു ക്രീമിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. മുന്നേക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മുന്നേ പിന്നെ മത്സരമായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നന്നുവിന് കൊടുത്തപ്പോൾ നന്നുവിന് അത് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഇത് ശരിക്കും ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. എന്നാലാണ് നമുക്കൊരു വലിയ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. പിന്നെ ഞാനും നന്നുവിന് ഇഷ്ടമായില്ല എന്ന് അറിഞ്ഞപ്പോഴേക്കും മുന്നേക്ക് സന്തോഷമായി, അവന് മൊത്തം കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാനും മുന്നേ തല്ലി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം എന്താണെന്ന് നോക്കാവേ. അതിൻ്റെ ആ ചൂടൊക്കെ ആറിയപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് മട്ടിക്കായിരുന്നു കേട്ടോ. വേണോ വേണ്ടേ എന്നുള്ള രീതിയിൽ കഴിക്കുന്ന കേട്ടോ കാണുന്നത്. എങ്ങനെ കളയണത്, മുന്നേ എന്തായാലും ഇട്ടിട്ട് ഓടിയിട്ടോ, എനിക്ക് മതിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബി വിത്ത് ബൈ.